ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് ലർ ബ്രാൻഡ് എന്നുള്ള വാചകമായിരുന്നു. ലർ ബ്രാൻഡ്, അതായത് ഡാനിഷ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാൻഡ് നെയിമായിരുന്നു ലർ ബ്രാൻഡ് എന്നുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഫീച്ചേഴ്സും എടുത്തു കാണിക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് ലർ ബ്രാൻഡ്. ഉദാഹരണമായിട്ട് നമ്മൾ ഗുജറാത്തിൽ ആനന്ദിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേര് അമൂൽ എന്നാണ്. കേരളത്തിലാണെങ്കിൽ വിളിക്കുന്ന പേര് മിൽമ എന്നാണ്. അതേപോലെ ഡാനിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ബ്രാൻഡിന് കൊടുത്തിരുന്ന പേരാണ് ലർ ബ്രാൻഡ്. ആ ലർ ബ്രാൻഡിൻ്റെ ഫേമസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എടുത്തു കാണിക്കുന്ന ഒരു പേരായിരുന്നു അത്. പ്രത്യേകിച്ച് ഈ പേര് കൊണ്ട് തന്നെ ജർമ്മനി, ഇംഗ്ലണ്ടിലൊക്കെ ഈ പ്രൊഡക്റ്റിന് വലിയ വിജയമുണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് നാഷണൽ ഫെഡറേഷനാണ് ഇങ്ങനൊരു പേരിട്ടതും ആ പേരിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഫാക്ടേഴ്സ് ഫോർ ദി സക്സസ് ഓഫ് ഡയറീസ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിജയിക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, എവിടെയാണോ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് നിയറസ്റ്റ് തന്നെ അതിന് പ്രോസസ്സ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത്, എവിടെയാണോ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആ മേഖലകളിൽ തന്നെ പ്ലാന്റുകൾ ഉണ്ടാക്കി ആ പ്ലാന്റുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. പിന്നെ പറയേണ്ടത്, അപ്പോൾ ഒന്ന് എവിടെയാണ്? ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈസ് പ്ലേസ് ഓഫ് ലാൻഡ്, നിയറസ്റ്റ് പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. എവിടെയാണോ കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് അവിടെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തി കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കണക്ക് കൂട്ടേണ്ടത്. രണ്ടാമത്തെ, മെമ്പേഴ്സ് ലയബിലിറ്റീസ് ലിമിറ്റഡ്. ഓരോ അംഗങ്ങളുടെയും ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ, പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ കൂടുതൽ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നവർ മിൽക്ക് സപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ, കൃത്യസമയത്ത് അവരോട് പറഞ്ഞ സമയത്ത് തന്നെ അവർക്കതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം അങ്ങനെ പൈസ കിട്ടുമ്പോൾ അവർക്ക് സ്ഥാപനത്തോട് കുറച്ചും കൂടി ലോയൽ ഉണ്ടാകും. ലോയൽ എന്ന് വെച്ചാൽ ആത്മവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് എന്താ? മിൽക്കിൻ്റെ പൈസ കൊടുത്തിരുന്നത് ഓൺ ദി ബേസ് ഓഫ് ഫാറ്റ് കണ്ടൻറ്റ്. ഫാറ്റ് കണ്ടന്റ് എന്ന് വെച്ചാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ചായിരുന്നു എപ്പോഴും പൈസ കൊടുത്തിരുന്നത്. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ പ്രൊഡ്യൂസേഴ്സും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ പ്രോപ്പർ ബ്രീഡിംഗ് ആൻഡ് ഫീഡിങ്, രണ്ട് കാര്യങ്ങളിൽ സൊസൈറ്റികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒന്ന് ബ്രീഡിംഗ് ആൻഡ് ഫീഡിങ്. നല്ല തരത്തിലുള്ള കാറ്റിൽ ഫീൽഡിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി, നല്ല ബ്രീഡിങ്ങിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി നല്ല മിൽക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ നല്ല ഫുഡ്, അത് ഫീഡിങ് കൂടിയും അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ പറയുന്നത് സെയിൽ ഓഫ് ബട്ടർ. ഡെൻമാർക്കിലെ എല്ലാ ബട്ടറുകളും വിറ്റത് ലർ ബ്രാൻഡ് എന്ന പേരിലാണ്. അപ്പോൾ അത് വളരെ ഫേമസ് ഉണ്ടായി. പ്രത്യേകിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബ്രാൻഡായിട്ട് മാറി ലർ ബ്രാൻഡ്, മറക്കരുത്. പിന്നെ അതേപോലെ എത്ര കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്തും ഡിമാൻഡും സപ്ലൈയും ഏകദേശം ഈക്വലാക്കാൻ അവർ ശ്രമിച്ചു. അതായത് ഇംഗ്ലണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത് പാൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് ആവശ്യമായ ഡിമാൻഡും സപ്ലൈയും ഈക്വലായി. കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രൊഡക്റ്റും സർവീസും കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത്, ലോക്കൽ ഡയറീസിൽ നിന്നും ലോക്കലായിട്ടുള്ള സൊസൈറ്റികളിൽ നിന്നും എക്സ്പോർട്ട് അസോസിയേഷൻ ഈ പറയുന്ന വസ്തുക്കൾ ഏറ്റെടുക്കുകയും അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റുകൾ ഹൈ സ്റ്റാൻഡേർഡിൽ വിൽക്കുകയും ചെയ്തു. അതിനനുസരിച്ചുള്ള മെഷീനറിയും ടെക്നിക്സും പാക്കിങ്ങും ഒക്കെ നാഷണൽ ഫെഡറേഷൻ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ഡാനിഷിൻ്റെ വിജയത്തിന് ആധാരമായിട്ട് നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിഫിക്കൽട്ടീസ് ഫോർ ഇന്ത്യ ഇൻ അഡോപ്റ്റിംഗ് ഡാനിഷ് മോഡൽ
ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഡാനിഷ് മോഡൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റെടുത്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡാനിഷ് മോഡൽ പിന്നീട് മാതൃകയായിട്ട് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തപ്പോൾ ഇന്ത്യ നേരിട്ട ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഡാനിഷും ഇന്ത്യയും തമ്മിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതിയുടെ വ്യത്യാസങ്ങൾ, കാറ്റിൽ ഫീൽഡിൻ്റെ വ്യത്യാസങ്ങൾ, ഫുഡ് ഹാബിറ്റ്സിൻ്റെ വ്യത്യാസങ്ങൾ, മണി ഇൻകത്തിൻ്റെ വ്യത്യാസം, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഡാനിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡോപ്ഷൻ ഇന്ത്യയിൽ പ്രോബ്ലം ഉണ്ടാക്കിയെടുത്തു. അതിന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ആൻഡ് സെയിൽ ഓഫ് മിൽക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം. ഒരു പക്ഷേ ബട്ടർ, ഐസ്ക്രീം അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾക്കൊക്കെ ഇന്ത്യയിൽ പ്രാധാന്യം കുറവായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സെയിൽ ഓഫ് മിൽക്കിന് മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടേണ്ടത്. പിന്നെ പറയേണ്ടത് പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വളരെ വലിയ വിജയമുണ്ടാക്കി. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര വലിയ വിജയമുണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ചില സ്റ്റേറ്റുകൾ മാത്രമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഡയറി സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ സ്റ്റേറ്റുകളിൽ പ്രത്യേക സംവിധാനം ഉണ്ടാവുകയും വിജയിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതേപോലെ ഈ പറയുന്ന കാറ്റിൽ ഫീൽഡിന് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ മെഡിക്കൽ ഫെസിലിറ്റി, അഡ്വൈസ് ടു ഫാമേഴ്സ് നോളേജ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. കാരണം വെറ്റിനറി സർവീസിൻ്റെ പോരായ്മ, ബ്രീഡിങ് ഫീഡിങ്ങിൻ്റെ പോരായ്മ, അതിനേക്കാളുപരി നോളേജ് ഓഫ് ഫാമേഴ്സിൻ്റെ പോരായ്മ, ഇലിറ്ററസി ഒക്കെ ഇതിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. പിന്നെ പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിനാവശ്യമായ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല. കാരണം ഒരു കാറ്റിൽ ഫീൽഡിന് അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടത് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഒരു വകുപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് ഈ സ്റ്റേറ്റുകളൊന്നും പ്രാധാന്യം കൊടുത്തില്ല. കൊടുത്ത സ്റ്റേറ്റുകളൊക്കെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പറയാവുന്നത് അവർ നമ്പർ ഓഫ് റീസൺ, ഇത് ഫെയിൽഡ് ആകാനുള്ള റീസൺ. ഒന്ന്, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആർ നോട്ട് സോ അഡ്വൈസ് എൻഡോറസ് ആൻഡ് ദ ലാക്ക് ഇനീഷ്യേറ്റീവ്. കർഷകരെ ഉപദേശിക്കാനോ അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനോ അവരെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മുൻകൈ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർ നേരിട്ട ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ടും മുൻകൈ എടുക്കാത്തത് കൊണ്ടും കർഷകരും അതിന് മുൻകൈ എടുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻമാർക്ക് കാറ്റിൽ ഫീൽഡായിട്ട് നമ്മുടെ കാറ്റിൽ ഫീൽഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതായത് ഡെൻമാർക്ക് കാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ജേഴ്സി ബ്രൗഡ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അങ്ങനത്തെ കാറ്റിൽ ഫീൽഡായിട്ട് ഇന്ത്യൻ കാറ്റിൽ ഫീൽഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പവർട്ടി, ദാരിദ്ര്യം ഇന്ത്യ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇലിറ്ററേഷൻ, വിദ്യാഭ്യാസമില്ലായ്മ, ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച്. എങ്ങനെയൊക്കെ പറഞ്ഞാലും പുതിയ ബ്രീഡിങ്, പുതിയ ഫീഡിങ് അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് ഒന്നും പെട്ടെന്ന് ഇന്ത്യൻ കർഷകരെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോരായ്മയാണ്. അതിനേക്കാളുപരി ക്വാളിറ്റി ഓഫ് മിൽക്ക് വളരെ പുവറാണ്. അതായത് നമ്മൾ കമ്പയർ ടു, അതായത് ക്വാളിറ്റി ഓഫ് മിൽക്ക്, അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്, അത് കളക്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അതേപോലെ അതിൻ്റെ ടൈമിൽ യൂസിങ്, അതിൻ്റെ പാസ്ചറൈസേഷൻ, ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് നേരിട്ട പ്രോബ്ലംസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾ ഡെൻമാർക്കിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തെങ്കിലും വിജയിക്കാതിരിക്കാനുള്ള കാരണം. ഇനി കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ് ഫാക്ടറീസ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഡാനിഷ് ഫാർമേഴ്സ് ഈക്വലി സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ഓഫ് എഗ് ആൻഡ് ബേക്കൺ ആസ് കോപ്പറേറ്റീവ് ബേസിസ്. നമ്മൾ പ്രത്യേകത എന്താ? ഡയറി കോപ്പറേറ്റീവ് പോലെ തന്നെ ഡാനിഷ് ഫാർമേഴ്സ് വിജയിച്ച മറ്റൊരു മേഖലയാണ് ഒന്ന് ബേക്കൺ ആൻഡ് രണ്ട് എഗ്. ബേക്കണിൻ്റെ ഉൽപ്പാദനത്തിൽ, എഗ്ഗിൻ്റെ ഉൽപ്പാദനത്തിൽ, മാർക്കറ്റിങ്ങിലൊക്കെ ഏറ്റവും മുൻപന്തിൽ നിന്ന ഒരു രാജ്യമായിട്ട് ഈ പറയുന്ന ഡെൻമാർക്ക് മാറി എന്നുള്ളതാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ബേക്കൺ കോപ്പറേറ്റീവ് സ്റ്റാർട്ട് 1887 അറ്റ് ഹോർസൻസ് ഫെസിലിറ്റി ഫാക്ടറി എസ്റ്റാബ്ലിഷ്ഡ്. 1887 ഹോർസൺ എന്ന് പറയുന്ന പ്രദേശത്ത്
ആദ്യത്തെ ബേക്കൺ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു. ബേക്കൺ കോപ്പറേറ്റീവ് ഫാക്ടറി സ്ഥാപിച്ചു. 1887 അവർ സ്ഥാപിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ബിഗിനിങ് ഫേസ് ടഫ് കോമ്പറ്റീഷൻ, പ്രൈവറ്റ് ട്രേഡേഴ്സ് ലേറ്റർ ദാൻ ആർ എലിമിനേറ്റഡ്. നമ്മൾ പറയേണ്ടത് എന്താ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇങ്ങനെ ബേക്കൺ ഫാക്ടറി ആരംഭിക്കുന്ന സമയത്ത് നല്ല മത്സരമുണ്ടായിരുന്നു. 1887 ആരംഭിച്ചത്. നല്ല മത്സരമുണ്ടായിരുന്നു. ആ മത്സരം പ്രൈവറ്റ് ട്രേഡേഴ്സ് ആയിരുന്നു. പ്രൈവറ്റ് ട്രേഡേഴ്സും കോപ്പറേറ്റീവ് സൊസൈറ്റികളും തമ്മിൽ നല്ല മത്സരം ഉണ്ടാവുകയും ക്രമേണ ഈ പറയുന്ന പ്രൈവറ്റ് ട്രേഡേഴ്സിനെ എന്താ പറയുക, മത്സരത്തിൽ പിന്തള്ളി മുൻപന്തിയിലെത്താൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാധിച്ചു. ദേ എലിമിനേറ്റ് ഫ്രം ദി ഫീൽഡ്. അവരെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു, ഈ മേഖലയിൽ നിന്ന് ഫീഡ് ചെയ്തു, പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. എഗ് ആൻഡ് ബേക്കൺ ആർ സബ്സിഡറി ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സബ്സിഡിയറി ആയിട്ടാണ് വർക്ക് ചെയ്തത്. സബ്സിഡിയറി അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സബ്സിഡിയറി ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദ ഫാറ്റ് സെപ്പറേറ്റഡ് മിൽക്ക് ഫ്രം ദി ക്രീമറീസ് വാസ് യൂസ്ഡ് ഫോർ ഫീഡിങ് പിഗ്. ഇവർ മിൽക്കിൽ നിന്ന് നമുക്കറിയാം ക്രീമറീസ് മാറ്റിയിട്ട് അത് പിഗിൻ്റെ ഫീഡിന് വേണ്ടി കൊടുത്തു. ബേക്കൺ ഫാക്ടറിയുടെ വിജയം എന്ന് വെച്ചാൽ പിഗാണ്. ആ പിഗിൻ്റെ ഫീഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് മറ്റു മെയിൻ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സബ് ഉൽപ്പന്നങ്ങളൊക്കെ ഈ പറയുന്ന ബേക്കണിന് വേണ്ടി ഉപയോഗിച്ചു. സിമിലർലി പൗൾട്രി ക്യാൻ ഓൾസോ ബി reared in the rearments of large amount of creameries in the country. അതേപോലെ മറ്റു പലയിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ പൗൾട്രി സംവിധാനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് ഉൽപ്പന്നത്തിൽ നിന്നുണ്ടാകുന്ന സബ്സിഡറി പ്രൊഡക്റ്റുകളൊക്കെ പിഗിൻ്റെയും അതേപോലെ ഹെന്നിൻ്റെയും അതായത് എഗ്ഗിൻ്റെയും സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യം, കോപ്പറേറ്റീവ് ബേക്കൺ ഫാക്ടറി സിമിലർ ടു കോപ്പ് ഡയറി സൊസൈറ്റി. എങ്ങനെയാണോ ഡെൻമാർക്കിൽ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റികൾ ആരംഭിച്ചത് അല്ലെങ്കിൽ നടന്നത്, അതേ രീതിയിലാണ് ബേക്കൺ ഫാക്ടറീസും അവർ നടന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മിഡിൽ ഫാം ഹോൾഡേഴ്സ് ജനറലി ദ മെമ്പേഴ്സ്, ദ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. സാധാരണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഫാമേഴ്സിനെയും ഇവർ മെമ്പേഴ്സാക്കി. ഇവരുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലാർജ് ആയിരുന്നു. അതേ കാര്യം ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആർ ബോൺ ബൈ ദി ഫാക്ടറി. അപ്പോൾ ഇനി ഈ സൊസൈറ്റിയുടെ പ്രത്യേകത, ബേക്കൺ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്കൊന്നുകൂടി നോക്കാം. ബേക്കൺ കോപ്പറേറ്റീവ് സൊസൈറ്റി, ബേക്കൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെൻമാർക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കും. വർക്കിംഗ് ഇൻ ദിസ് ഏരിയ, അതായത് ബേക്കൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് ഇവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മെമ്പേഴ്സ് ബിക്കം എന്നുള്ളതാണ് ആദ്യത്തെ. ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പിന്നെ നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. ഒരുപാട് ഏരിയ കവർ ചെയ്തിരുന്നു. ഓപ്പറേഷൻ ലാർജ് ആണ്. പിന്നെ നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആർ ബോൺ ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ഈ സാധനങ്ങൾ മുഴുവൻ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ ചെലവും അവർ വഹിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ നോക്കേണ്ടത്. ദ പിഗ്സ് ആർ ഇൻസ്പയർഡ് ബൈ വെറ്റിനറി സർജൻ ആൻഡ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി ബേക്കർ. നമ്മൾ പറയേണ്ടത് എന്താ? ഈ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പിഗിനൊക്കെ വെറ്റിനറി സർജൻ വ്യക്തമായി പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് കൊടുത്തിരുന്നുള്ളൂ. ലാർഡ് റിഫൈനിങ് ആൻഡ് അതേപോലെ നമുക്ക് പറയേണ്ടത് ദ ബ്ലഡ് ആൻഡ് ബോൺസ് ഓഫ് പിഗ് ആർ യൂസ്ഡ് ഫോർ മാനുവർ ആൻഡ് മാനുഫാക്ചറിങ്. അതായത് ഈ പിഗിൻ്റെ മറ്റു ഭാഗങ്ങൾ, നമ്മൾ ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങളുണ്ടോ, ബോണുണ്ട്. അതേപോലെ പറയാവുന്ന കാര്യം എന്താ,
ബ്ലഡ് ഉണ്ട്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനുവർ ആൻഡ് മാനുഫാക്ചറിങ്. അതായത് അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ബാക്ക് ആൻഡ് ഫാക്ടറീസ് ഹാവ് ദയർ ഓൺ മാർക്കറ്റിംഗ് സിസ്റ്റം. ഡാനിഷ് ബാക്ക് ആൻഡ് കോപ്പറേറ്റീവ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ഈ ബാക്ക് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. ഈ കോപ്പറേറ്റീവ് മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും മറ്റു മേഖലയാണെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നം മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഇവിടെ ബാക്ക് ആൻഡ് സംവിധാനത്തിന് വേണ്ടി നല്ല മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി ലാർജ് നമ്പർ ഓഫ് ഡെലിവറി ട്രക്സ് ആൻഡ് വാൻസ് ആർ യൂസ്ഡ്. അവർക്ക് ഒരുപാട് ട്രക്കും വാനുകൾ ഉപയോഗിച്ചിരുന്നു. മെമ്പേഴ്സ് ആൻഡ് പർച്ചേസേഴ്സ് ഈക്വലി. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മെമ്പേഴ്സിനും പർച്ചേസേഴ്സിനും വീതിച്ചു കൊടുത്തു. അതെങ്ങനെ? 50% പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്പേഴ്സ് ഇൻ പ്രിപ്പറേഷൻ ടു ദെയർ ബിസിനസ്. അതായത് ഈ ബാക്ക് ആൻഡ് ഫാക്ടറിയിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നവർക്ക് മൊത്ത ലാഭത്തിൻ്റെ 50% അവരെത്രയാണോ കൊടുത്തത് അതിന് ആനുപാതികമായിട്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ബാക്കി 50% പർച്ചേസേഴ്സിന് കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വീക്കിൽ, അതായത് 40 ആഴ്ച തുടർച്ചയായിട്ട് വാങ്ങുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടിയിരുന്നുള്ളൂ? പ്രോഫിറ്റിൻ്റെ വിഹിതം കിട്ടിയിരുന്നുള്ളൂ. അപ്പം 40 ആഴ്ച തുടർച്ചു വാങ്ങുന്നതിനും ഒരു മാർക്കറ്റിങ്ങിൽ നല്ല കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്ത സംവിധാനമാണ് ഈ പറയുന്ന പ്രത്യേകത. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, മൊത്തം ലാഭത്തിൻ്റെ 100%ൻ്റെ 50% ഉൽപ്പാദകർക്ക് അവർ എന്താണോ സൊസൈറ്റി കൊടുക്കുന്നത് അതിന് ആനുപാതികമായിട്ട് ഉള്ളതായിട്ട് കൊടുക്കും. ബാക്കി 50% വാങ്ങിക്കുന്നവർക്ക്. എങ്ങനെ വാങ്ങിക്കുന്നവർ? 40 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് സൊസൈറ്റിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയവർക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അതേപോലെ ഈ ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ കേടാകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിരുന്നത് നാഷണൽ ഫെഡറേഷനാണ് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിരുന്നത്. അതിനോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ടെക്നിക്കൽ അഡ്വൈസും കൂടി കൊടുത്തു. ടെക്നിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോറേജിനും ഇതിൻ്റെ മേക്കിങ്ങിനൊക്കെ ആവശ്യമായ ടെക്നിക്കൽ അഡ്വൈസ് കൂടി കൊടുത്തു. എഗ് ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ട്രേഡ്. പിന്നെ അവർ ചെയ്ത എഗ്ഗിൻ്റെ കാര്യമാണ്. അതായത് ഡാനിഷിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ എഗ്ഗും കയറ്റുമതി ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയും പ്രൈവറ്റ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു ഇൻ ദെയർ ഹാൻഡ്സ്. ദാറ്റ് ഈസ് അൺടിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ വാസ് സെറ്റപ്പ് ഇൻ 1895. 1895 ആദ്യത്തെ എഗ് കോപ്പറേറ്റീവ് അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ആ സ്ഥാപിക്കുന്ന സമയത്ത് ഒരുപാട് എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന പ്രൈവറ്റ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് മാർക്കേഴ്സ് ഉണ്ടായിരുന്നു. സോ ഈ ട്രേഡേഴ്സിനൊക്കെ കെയർ ചെയ്യാതെ 1895 ആദ്യത്തെ എഗ് കോപ്പറേറ്റീവ് ഫാക്ടറി സ്ഥാപിച്ചു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത. എക്സ്പോർട്ട് ചെയ്യാവുന്ന ക്വാളിറ്റിയിലുള്ള എഗ് ഉൽപ്പാദിപ്പിക്കലായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുവേണ്ടി എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ഈ പറയുന്ന എഗ്ഗുകളെ ഗ്രേഡിങ്ങിനും സ്റ്റാമ്പിങ്ങിനും വിധേയമാക്കി. ഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി, ഷേപ്പ്, കളർ അനുസരിച്ച് ഗ്രേഡിങ്ങിനും അതുമാതിരി സ്റ്റാമ്പിങ്ങിനും വിധേയമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പേയ്മെൻറ്റ് ടു ഫാർമേഴ്സ് അക്കോർഡിംഗ്ലി ക്വാളിറ്റി ഓഫ് ദെയർ എഗ്. ഫാർമേഴ്സിന് എങ്ങനെയായിരുന്നു? ഫാർമേഴ്സിന് അവർ നൽകുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് അവർക്ക് നൽകിയത്. ഡാനിഷ് എഗ് ബിക്കം പോപ്പുലർ ഇൻ ദ ബ്രിട്ടീഷ് മാർക്കറ്റ് ആൻഡ് സെയിൽ ഓഫ് എഗ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. ബ്രിട്ടീഷ് മാർക്കറ്റിൽ ഡാനിഷ് എഗ്ഗിന് വളരെ വലിയ പ്രാധാന്യം കിട്ടി. ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നിരുന്നത് ഇവർക്ക് വേണ്ടി ആണെന്ന് നമുക്ക് പറയാം. പൗൾട്രി ഫാമിംഗ് ബിക്കം പോപ്പുലർ ഇൻ ഡെൻമാർക്ക്. അതുകൊണ്ട് തന്നെ ഡയറി ഫാമിംഗ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയത് പൗൾട്രി ഫാമിങ്ങിനാണെന്ന് പറയാം. At the end of the 1965, 7 egg export society which were affiliated to Danish Cooperative Egg Export Association. 1965 7 എഗ് എക്സ്പോർട്ട് സൊസൈറ്റികൾ കൂടി ചേർന്ന് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഡാനിഷ് കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ
ഉണ്ടാക്കി എന്നുള്ളതാണ്. ദ ഷിപ്മെൻറ്റ് ഓഫ് എഗ് ഫ്രം ഡിഫറെൻറ്റ് എഗ് എക്സ്പോർട്ട് സൊസൈറ്റി അറേഞ്ച്ഡ് ബൈ ദെയർ അസോസിയേഷൻ. എല്ലാ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എഗ്ഗിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അസോസിയേഷൻ ചെയ്തു കൊടുക്കും. ഒരു സ്ഥലത്ത് നിന്നല്ല ഷിപ്മെൻറ്റ് ഉണ്ടാകുക. 7 വലിയ ഫാക്ടറീസ് ഉള്ളത് കൊണ്ട് തന്നെ 7 സ്ഥലത്ത് നിന്ന് ഷിപ്മെൻറ്റ് ഉണ്ടാകും. അതിൻ്റെ കയറ്റുമതിക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ പൗൾട്രി ഫാമിംഗ് സൊസൈറ്റി വിച്ച് ആക്റ്റഡ് ആസ് എ കളക്റ്റീവ് സെൻറ്റർ. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രൈമറി സൊസൈറ്റികൾ എഗ്ഗ് കളക്ട് ചെയ്യുന്ന പ്രാഥമിക സംഘങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദ സൊസൈറ്റി ഹാസ് ഓൾസോ പ്രൊവൈഡഡ് അവൈലബിൾ വെറൈറ്റി ഓഫ് പൗൾട്രി ആൻഡ് പ്രൊവൈഡഡ് ഓൾ കൈൻഡ് ഓഫ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻറ്റ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് ബെറ്റർ ബ്രീഡ്. പുതിയ ബ്രീഡിംഗ് വഴി പുതിയ എഗ്ഗുകൾ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ പുതിയ ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയുള്ള ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനും വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ സൊസൈറ്റി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് നോക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഒന്ന്, വളണ്ടറി അസോസിയേഷൻ. സ്വമേധയ അംഗങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു അസോസിയേഷനാണ് എഗ്ഗ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർക്കാരിൻ്റെയോ അതിനനുബന്ധമായ സംവിധാനങ്ങളുടെയോ സപ്പോർട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. സ്വമേധയ കർഷകർ കൂടിച്ചേർന്ന് എഗ്ഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ സപ്പോർട്ടില്ലാതെ അവർ ആ സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. മെമ്പേഴ്സ് ആർ ഓ സ്ട്രോങ് ക്യാരക്ടർ, ലീഗലി ടു മൂവ്മെൻറ്റ്, ഹാർഡ് വർക്കിംഗ്, ഇൻ്റലിജൻറ്റ്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേറ്റഡ്. ഇവിടെ വിജയിക്കാനുള്ള കാരണം എന്താ? അംഗങ്ങൾ എന്ന് പറയുന്നത് സ്ട്രോങ് ക്യാരക്ടറാണ്, ശക്തമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാ, അതിനേക്കാളുപരി നല്ലൊരു മൂവ്മെൻറ്റ് നടത്താൻ കഴിവുള്ളവരാ, ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നവരാണ്, ഇൻ്റലിജൻ്റ് ആണ്, സോഷ്യലി കോപ്പറേറ്റീവ് ആണ്, അതിനേക്കാളുപരി എഡ്യൂക്കേറ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി വിജയിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡെൻമാർക്ക് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേറൊരു പ്രത്യേകത, അവരിതിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്രേഡിങ്ങും സ്റ്റാൻഡേർഡിങ്ങും നടത്തി നല്ല ക്വാളിറ്റി ഉള്ളതിന് നല്ല പ്രൈസ്, ക്വാളിറ്റി കുറഞ്ഞതിന് പ്രൈസ് കുറവ് എന്ന രീതിയിൽ വ്യക്തമായിട്ട് നടത്തി. അവിടെ ഗ്രേഡിങ് നടത്തിയെന്ന് മാത്രമല്ല അതിനാവശ്യമായ സ്റ്റാമ്പിങ് നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ശക്തൻ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഗ്രേഡിങ് നടത്തും. നല്ല ഷേപ്പ്, നല്ല കളറ്, നല്ല ക്വാണ്ടിറ്റി ഒക്കെയുള്ള പ്രൊഡക്ട്സിൻ്റെ വില കൂടും, അതിന് കുറഞ്ഞതിന് വില കുറയും. അതേപോലെ എഗ്ഗുകളെ ഗ്രേഡിങ്ങും സ്റ്റാമ്പിങ്ങും തരം തിരിച്ച് ഉപയോഗിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാളുപരി ഈ എല്ലാ സൊസൈറ്റികളെയും ഒരു അഫിലിയേറ്റഡ് രീതിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ബിസിനസ്സിൻ്റെ സീക്രസി നിലനിർത്താൻ ഇവർക്ക് സാധിച്ചു. പുറമേക്ക് അസോസിയേഷനുകളുടെ സൊസൈറ്റികളുടെ ന്യൂസുകൾ പോകാതെ ഒരു സീക്രസി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ സക്സസ് ആകാനുള്ള എല്ലാ എഫേർട്ടും ഇവരെടുത്തു എന്നുള്ളതാണ്. അതിനേക്കാളുപരി ഇതിനാവശ്യമായ സ്പെഷ്യലിസ്റ്റിൻ്റെ നോളേജ്, അഡ്വൈസ്, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു. പൗൾട്രി ഫാമിങ്ങിന് ആവശ്യമായ സ്പെഷ്യലൈസ്ഡ് നോളേജ്, ടെക്നിക്കൽ അഡ്വൈസ്, മറ്റ് അഡ്വൈസുകളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് പറയേണ്ട കാര്യം, കോപ്പറേറ്റീവ് ട്രെയിനിങ് ഹാസ് ബീൻ ഗിവൺ കമ്പൈൻ വിത്ത് അഗ്രികൾച്ചറൽ ആൻഡ് ജനറൽ എഡ്യൂക്കേഷൻ. അതായത് ഈ ഡെൻമാർക്ക് ജനറൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കാർഷിക സഹകരണ മേഖലയുടെ എഡ്യൂക്കേഷൻ കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷനാണ് അവർ കൊണ്ടുവന്നത്. വെറുതെ ജനറൽ എഡ്യൂക്കേഷൻ അല്ല, അതിൻ്റെയോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ കാർഷിക മേഖലയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കാർഷിക സഹകരണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഹാവ് അഡോപ്റ്റഡ് ബിസിനസ് പ്രിൻസിപ്പിൾ ഇൻ ദെയർ ട്രൂ ഫോം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവിടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മാത്രമല്ല ഇവർ പ്രാധാന്യം കൊടുത്തത്, ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനോടൊപ്പം തന്നെ ബിസിനസ് മൂവ്മെൻറ്റിനും കൂടി പ്രാധാന്യം കൊടുത്തു. നമ്മുടെ അവിടെയൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തകരാനുള്ള ഒരു കാരണം എന്താ? രാഷ്ട്രീയമായ അതിപ്രസരം. സഹകരണ മേഖലയുടെ പ്രാധാന്യത്തിനേക്കാൾ ഉപരി രാഷ്ട്രീയമായ അതിപ്രസരം നടത്തി, ആ രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഒക്കെ തകരാനുള്ള കാരണം.
ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. സഹകരണ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് കൂടി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഡെൻമാർക്ക് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. ഇപ്പം ഡെൻമാർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3 മേഖലയാണ്. 1 ഡയറി, 2 ബേക്കൺ, 3 എഗ്. ഇനി നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന. നോക്കുക, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന രാജ്യമാണ് ചൈന. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഏറ്റവും നല്ല ക്യാപിറ്റലിസ്റ്റഡ് എക്കോണമിയും അതിനേക്കാളുപരി ഏറ്റവും നല്ല ബിസിനസ് ട്രെൻഡും എടുത്തിരിക്കുന്ന രാജ്യമാണ് ചൈന. അവരതിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം രാജ്യത്തിൻ്റെ വികസനത്തിന് വ്യവസായ വിപ്ലവത്തിൻ്റെ കൂടി വികസനം ഉണ്ടാകണം എന്നറിഞ്ഞുകൊണ്ടാണ് ചൈനയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന എ ന്യൂ ഇറ, അതായത് ചൈനയുടെ ഒരു പുതിയ ഇറ ആരംഭിക്കുന്നത്, ഒരു പുതിയ എന്താ പറയുക സെഷൻ ആരംഭിക്കുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലൂടെയാണ്. പ്രത്യേകിച്ച് ചൈനയുടെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയത് ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് 1912 ബൈ വിച്ച് ഫൗണ്ടേഷൻ ഓഫ് ചൈന റിപ്പബ്ലിക് വർ ലീഡ് ആൻഡ് സീഡ് ഓഫ് മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ചൈന എന്ന് പറയുന്ന ലോകോത്തര ശക്തിയായ രാജ്യം അവരുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ആരംഭം, അതിനുള്ള ആദ്യത്തെ പടി ആരംഭിക്കുന്ന അല്ലെ കല്ലിടുന്നത് 1912 അവിടെയാണ് സീഡ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. സീഡ്, ആദ്യത്തെ വിത്ത് കോപ്പറേറ്റീവ് മേഖലയിൽ ആരംഭിക്കുന്നത് 1912 ആണെന്ന് പറയാം. ദ ക്രെഡിറ്റ് ഗോസ് ടു ഡോക്ടർ സൺ യാറ്റ് സെൻ. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തത്. ഡോക്ടർ സൺ യാറ്റ് സെൻ അദ്ദേഹമാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ചൈനയിൽ ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച വ്യക്തി. സോ ദ ക്രെഡിറ്റ് ഗോസ് ടു ഹിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനൊരു കാരണം, അദ്ദേഹം ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇറാഡിക്കേറ്റിംഗ് ഓഫ് പവർട്ടിയാണ്. ചൈന നേരിട്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇറാഡിക്കേറ്റിംഗ് ഓഫ് പവർട്ടി, ദാരിദ്ര്യം തുടച്ചു നീക്കുക. അപ്പോൾ ദാരിദ്ര്യം നീക്കുന്നതിന് സഹകരണ മേഖലയ്ക്ക് സാധിക്കുമെന്ന് ഡോക്ടർ സൺ യാറ്റ് സെൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലക്ഷ്യം വെച്ച ഒന്ന് ഇറാഡിക്കേറ്റിംഗ് ഓഫ് പവർട്ടി, ദാരിദ്ര്യം തുടച്ചു നീക്കുക. ഫ്രം ചൈനീസ് സോയിൽ, ചൈനയുടെ മണ്ണിൽ നിന്നും ദാരിദ്ര്യം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം. ആൻഡ് അറ്റ് ദി ടൈം അഗ്രികൾച്ചറൽ കൺട്രി. എപ്പോൾ ചൈന ഒരു കാർഷിക രാജ്യമായിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുണ്ടായത്, കർഷകർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദാരിദ്ര്യം ചൈനയുടെ മണ്ണിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി, പവർട്ടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഡോക്ടർ സൺ യാറ്റ് സെൻ ഈ പറയുന്ന കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. ഷീ ഹാഡ് abundant resources not only for agriculture but also industrial purpose. അദ്ദേഹം എടുത്തൊരു തീരുമാനം, അവരെടുത്തൊരു തീരുമാനം, അതായത് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കാർഷിക മേഖലയിലല്ല, കാർഷിക മേഖലയോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു മേഖല ബിസിനസ്, ഇൻഡസ്ട്രി, വ്യവസായ മേഖലയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം സഹകരണ മേഖലയുടെ അടിസ്ഥാനത്തിൽ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിന് ഒരുപാട് പ്രോബ്ലംസ് ഓഫ് ചൈന ദാറ്റ് ടൈം. അതിനുവേണ്ടി ചൈനയുടെ ഈ സംവിധാനത്തിൽ ഒരുപാട് പ്രോബ്ലം അവർ ഫേസ് ചെയ്തു. ഒന്ന്, അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ആണ്. നമ്മൾ പറയേണ്ട കാര്യം എന്താ, കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ചൈന പിന്നിലായിരുന്നു എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാർഷിക മേഖലയിലും സഹകരണ മേഖലയിലും വ്യവസായ മേഖലയിലൊക്കെ ചൈന ഏറ്റവും പിന്നിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ബർഡൻ ഓഫ് ഹെവി ഇൻഡപ്റ്റനസ് ആൻഡ് ഫ്യൂഡൽ ലാൻഡോയിസം. നമുക്ക് പറയേണ്ട കാര്യം എന്താ, കർഷകരുടെ കടം കുമിഞ്ഞുകൂടുക, ഭൂമികളൊക്കെ ഈ പറയുന്ന ഫ്യൂഡൽ സംവിധാനങ്ങൾ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫ്യൂഡൽ എന്ന് പറയുന്നത്, ബൂർഷകൾ എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭൂമി സ്വത്തൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ഫ്യൂഡലിസം ചൈനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, ലാക്ക്, ഫ്ലഡ് ആൻഡ് റോട്ട്. അതുപോലെ ചൈന നേരിട്ട മറ്റൊരു പരിപാടി
രാജ്യത്തുണ്ടാകുന്ന നേച്ചുറൽ കലാമിറ്റീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, എർത്ത് അതേപോലെ സുനാമി, അങ്ങനെ ഇതുമായി അനുബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ചൈന നേരിട്ടിരുന്നു എന്നുള്ളതാണ്. ബിഗ് ടൗൺ ആൻഡ് സിറ്റീസ് ആർ സേഫ്, ഓൺലി വില്ലേജ് ഫുള്ളി ഫേസ്ഡ് ദ പ്രോബ്ലം. ചൈനയുടെ ഒരു പ്രത്യേകത, ടൗണും ബിഗ് സിറ്റീസിനും ഒന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ ചെറിയ രീതിയിലെങ്കിലും വ്യവസായത്തോട് ആശ്രയിച്ച് നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ഫേസ് ചെയ്തില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ഇത് ഒരുപാട് ബാധിച്ചു. ഗ്രാമീണ മേഖലയിൽ തകർന്നു. പകരം തൊഴിലവസരങ്ങളിൽ ഇല്ലാതായി, വരുമാനമില്ലാതായി, അവിടെ എന്ത് വന്നു? പവർട്ടി ഉണ്ടായി എന്നുള്ളതാണ്. ഈ സിറ്റുവേഷനിലാണ് ഡോക്ടർ സൺ യാറ്റ്സൺ എന്ന് പറയുന്ന വ്യക്തി, ദാറ്റ് ഈസ് കോപ്പറേഷൻ ആസ് ദ പാനിക്ക ഫോർ ഓൾ ദി ഇൽനെസ് ഓഫ് ചൈനീസ് എക്കോണമി. അദ്ദേഹമാണ് പറഞ്ഞത്, ചൈനയുടെ സാമ്പത്തിക സ്ഥിതിക്കും രാജ്യത്തിൻ്റെ വികസനത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ടത് സഹകരണ മേഖലയിലൂടെയാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഡോക്ടർ സൺ യാറ്റ്സൺ എന്ന് പറയുന്ന വ്യക്തി. ഇൻ 1973 1937 ജപ്പാനീസ് ഇൻവേഷൻ ഓഫ് ചൈന ക്രിയേറ്റഡ് ന്യൂ പ്രോബ്ലം. ചൈനയും ജപ്പാനും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയുടെ പ്രദേശങ്ങളിലേക്ക് ജപ്പാനിൻ്റെ കടന്നുകയറ്റമുണ്ടായി. ഡ്യൂറിങ് സിനോ ജപ്പാനീസ് വാർ, ജപ്പാൻ ഒക്യുപ്പൈഡ് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ഓഫ് ചൈന, ഓൾ ബിഗ് ഫാക്ടറീസ് സിറ്റുവേറ്റഡ്. ചൈനയുടെ എല്ലാ കോസ്റ്റൽ ഡിസ്ട്രിക്റ്റുകളും ആരെ പിടിച്ചെടുത്തു? ജപ്പാൻ പിടിച്ചെടുത്തു. ആ ജപ്പാൻ പിടിച്ചെടുത്തപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടായത് ചൈനയുടെ ഏറ്റവും വലിയ ബിഗ് ഫാക്ടറീസും ഏറ്റവും കൂടുതൽ വരുമാനങ്ങളും ഏറ്റവും നല്ല സ്കിൽഡ് ലേബേഴ്സൊക്കെ ഈ കോസ്റ്റൽ ഏരിയയിലായിരുന്നു. ഇതൊക്കെ ആകെ തകർത്തു എന്നുള്ളതാണ്. പിടിച്ചെടുക്കുകയും തകർക്കുകയും ഉണ്ടായി. ആ അടിസ്ഥാനത്തിൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി കൊളാപ്സ്ഡ്, ആകെ നശിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയയിലാണ് ചൈനയ്ക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ആ കോസ്റ്റൽ ഏരിയയുടെ തകർച്ചയോടുകൂടി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്രയും മോശമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, മില്യൺസ് ഓഫ് പീപ്പിൾ ബിക്കം ഹോംലെസ് ആൻഡ് ജോബ്ലെസ്, മെയിൻ പ്രോബ്ലം. അതായത് വ്യവസായ മേഖല തകർന്നതോടുകൂടി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു, വ്യവസായ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെയായി. രണ്ട് കാര്യങ്ങളിൽ ചൈനയുടെ ജനത ആകെ കഷ്ടപ്പെട്ടു. ഒന്ന് ഭവനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം, രണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട്, അതായത് ജോലിയും വീടുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു റെഫ്യൂജീസ് ആൻഡ് പ്രൊക്വയർ സപ്ലൈ ഫോർ ദി ചൈനീസ് ആർമി ആൻഡ് സിവിലിയൻസ്. ഇവർ ഏറ്റവും കൂടുതൽ നേരിട്ട പ്രശ്നം എന്താ? ഇത് നേരിട്ട ജനങ്ങളെ സഹായിക്കുന്നതിനാവശ്യമായ ഫുഡോ അല്ലെങ്കിൽ ഹൗസോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റോ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ചൈന ഗവൺമെൻറ് നേരിട്ട ഒരു വലിയ പ്രോബ്ലമാണ്. അതിനോടനുബന്ധിച്ച് നേരിട്ട വേറെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ആർമിക്കും സിവിലിയൻസിന് ആവശ്യമായ പ്രൊക്യൂർ ഓഫ് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. കോൺസിക്വൻ്റ്ലി അതിനനുബന്ധമായി ദ ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഓർഗനൈസ് വർക്കേഴ്സ് ഇൻ ടു സ്മോൾ കോപ്പറേറ്റീവ് ബോഡീസ് ആൻഡ് ടു പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് അതർ അസിസ്റ്റൻസ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്മോൾ വർക്ക്ഷോപ്പ്. ചൈനീസ് ഗവൺമെൻറ് എടുത്തൊരു ധീരമായ തീരുമാനമുണ്ട്. ഈ ജോലിയില്ലാത്ത വർക്കേഴ്സിന് കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, സഹകരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവർക്കാവശ്യമായ ഫിനാൻസ് നൽകുക, അവർക്കാവശ്യമായ അസിസ്റ്റൻസ് നൽകുക. അതുവഴി ചെറിയ ചെറിയ വർക്ക് ഷോപ്പുകൾ ആരംഭിച്ചു ഉൽപ്പാദനം നടത്താനായിട്ട് ചൈന ഗവൺമെൻറ് തീരുമാനിച്ചു എന്നാണ്. ഫോർ ദിസ് പർപ്പസ്, അതിനുവേണ്ടി ഷാങ്ഹായ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി സെറ്റപ്പ് ആൻഡ് റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്. ഷാങ്ഹായ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഉണ്ടാക്കി. അതനുസരിച്ച് വ്യവസായ മേഖലയ്ക്ക് സഹകരണ മേഖലയുടെ പിന്തുണയോടുകൂടി പുതിയ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ചൈന ഗവൺമെൻറ് തീരുമാനിച്ചു. ആ മൂവ്മെൻറ്റിനെ അവർ വിളിച്ചിരുന്ന പേര് ഇൻഡ്യൂസ്കോസ് എന്നാണ്. ഇൻഡ്യൂസ്കോ എന്നുള്ള പേരിലാണ് ചൈനയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അറിയപ്പെട്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ചൈനയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അറിയപ്പെട്ടത് ഇൻഡ്യൂസ്കോ എന്ന പേരിലാണ്. അത് ഈ പറയുന്ന വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഹയസ്റ്റ് പേര്. ഷോർട്ടസ്റ്റ് ഫോമാണ് ഇൻഡ്യൂസ്കോസ്. അതിന് പ്രൊമോട്ട് ചെയ്ത് ഷാങ്ഹായ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കമ്മിറ്റിയാണെന്ന് പറയാം. ആൻഡ് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 350 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വിതിൻ ദ 1 year. ഒരു വർഷത്തിനകം 350 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവർ ആരംഭിച്ചു. അതാണ്
ഒരു വർഷത്തിനകം 350 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിച്ചു. ദീസ് cooperative were organized in the field of production like spinning, weaving, leather work, chemicals, food stuff, mining and also printing, packaging, അങ്ങനെ എല്ലാ മേഖലകളിലും ഇവർ ബിസിനസ് ആരംഭിച്ചു. ഏതൊക്കെ മേഖലകൾ? സ്പിന്നിങ്, വെയ്വിങ്, ലെതർ വർക്ക്, കെമിക്കൽ, ഫുഡ് സ്റ്റാഫ്, മൈനിങ് ഫെസിലിറ്റീസ് ആൻഡ് ഓൾസോ നമുക്ക് പറയാവുന്നത് പ്രിൻറ്റിങ്. ഈ മേഖലകളിലൊക്കെ ഒരു പ്രാധാന്യം തുടങ്ങി എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഇൻ ചൈന വി കോൾഡ് ആസ് ഇൻഡ്യൂസ്കോസ്. ഇൻഡ്യൂസ്കോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പീപ്പിൾ ക്യാരിയിങ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ജോയിൻലി ടു ഏൺ ദെയർ ലൈവ്ഹുഡ് മെയിൻ ഒബ്ജക്റ്റീവ്. ഇവരെന്താ തീരുമാനിച്ചത്? എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിച്ചേർന്ന് ഉൽപ്പാദനം നടത്തി അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയർത്താം എന്ന ലക്ഷ്യം ചൈനീസ് ജനത ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് വർക്കേഴ്സ് അഗെയിൻസ്റ്റ് ദ ഹിന്യൂനിയസ് ആക്ടിവിറ്റീസ് ഓഫ് മിഡിൽ മാൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ്. ചൈന ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താ? ഈ പറയുന്ന പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മിഡിൽ മാനെയും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റുകളെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ സഹകരണ മേഖലയിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനും അതുവഴി അവരുടെ കൂടുതൽ വ്യവസായ വിപ്ലവം ഉണ്ടാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. മിസ്റ്റർ FC Wu, who prepare a plan for organizing the skilled workers and refugees into small cooperative workshop. FC Wu എന്ന് പറയുന്ന വ്യക്തി പുതിയ പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? സ്കിൽഡ് വർക്കേഴ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ജപ്പാനുമായ യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൽ ഏറ്റവും നല്ല സ്കിൽഡായ വർക്കേഴ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിക്കാനായിട്ട് അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇൻറ്റൻഡ് ടു പ്രൊഡ്യൂസ് ചൈനീസ് സിവിലിയൻസ് ആൻഡ് മിലിറ്ററി പേഴ്സണൽ. ഇവർ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് ചൈനീസ് സിവിലിയൻസിനും അതേപോലെ ചൈനീസ് പോലീസ്, മിലിറ്ററി, ആർമിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് കൂടി കണ്ടെത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. മിസ്റ്റർ വു സക്സീഡഡ് ഇൻ ദ സെറ്റിംഗ് അപ്പ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ബ്ലാക്ക് സ്മിത്ത് വിത്ത് 9 members. 7 അംഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വു തുടങ്ങി വെച്ച ബ്ലാക്ക് സ്മിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ചൈനീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചൈനീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ചൈനീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ചൈനീസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡ്യൂകോസ്. 1. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 7. ഇതിന് വേണ്ട പ്രത്യേകത മിനിമം നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് 7 ആണ്. ഒരു സൊസൈറ്റി ആരംഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7 പേരെങ്കിലും വേണം. മിനിമം നമ്പർ. മെമ്പർഷിപ്പ്. അടുത്തായിട്ട് അവർ പറയുന്നത് എന്താ? മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ വർക്കേഴ്സ് ഹു നോ ദ ജോബ് വിച്ച് സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു അണ്ടർടേക്ക്. ഒരു സൊസൈറ്റി ആരംഭിക്കുന്നത് ഏത് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ ജോബ് അറിയാവുന്ന എല്ലാവർക്കും ആ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടും. ഉദാഹരണമായിട്ട് ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ അതറിയാവുന്നവർക്ക് ആ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. നേരെ മറിച്ച് അഗ്രികൾച്ചർ ആണെങ്കിൽ അതറിയാവുന്നവർക്ക് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അങ്ങനെ എന്ത് സ്കിൽഡ് ജോബ് അറിയുന്നുവോ ആ പേരിൽ തുടങ്ങുന്ന എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും സ്കിൽഡ് വർക്കേഴ്സിന് മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു മെമ്പറാകാൻ താഴെ പറയുന്ന ക്വാളിറ്റി ഉണ്ടാകണം. 1. മെച്യൂർഡ് ആയിരിക്കണം. നമുക്ക് പറയേണ്ടത് എന്താ? ഈ സൊസൈറ്റിയിൽ അംഗമാകണമെങ്കിൽ ആളെന്തായിരിക്കണം? മെച്യൂർഡ് ആയിരിക്കണം. മെച്യൂരിറ്റി മീൻസ് നമുക്ക് പറയാവുന്ന കാര്യമുണ്ടല്ലോ, 18 വയസ്സായി അതേപോലെ മെച്യൂരിറ്റി ഉള്ള ആൾക്ക് മാത്രമേ ഇതിലാകാൻ പാടുള്ളൂ. രണ്ടാമത്തെ പറയുന്നത് ഗുഡ് ക്യാരക്ടർ.
നല്ല സ്വഭാവ സവിശേഷതയുള്ളവർക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ. നല്ല ക്യാരക്ടർ ആയിരിക്കണം. നല്ല ക്യാരക്ടർ ആയവർക്ക് മാത്രമേ ഈ സൊസൈറ്റിയിൽ അംഗമാകാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത് പറയുന്നത് ഹോണസ്റ്റ്, സത്യസന്ധനായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സൊസൈറ്റിയിൽ മെമ്പർമാരാകുന്നവരൊക്കെ സത്യസന്ധരായിരിക്കണം. പിന്നെ പറയുന്നത് റിസൈഡ് വിതിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഏത് സൈഡിലാണോ നമ്മൾ ബിസിനസ് നടത്തുന്നത് ആ ഏരിയയിലായിരിക്കണം താമസം. ഒരുപാട് അകലേന്ന് വന്ന് മെമ്പർഷിപ്പ് എടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെയൊക്കെ സൊസൈറ്റികളുടെ പോലെ തന്നെ ആ ഏരിയയിലായിരിക്കണം താമസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പറയാവുന്നത് നോട്ട് ബാങ്കറപ്റ്റ്. അതായത് ഒരുപാട് എന്താ പറയുക, ബാങ്കിൽ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ ഉണ്ടാവുകയും പാപ്പരാവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ സൊസൈറ്റികൾ അംഗമാകാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും കാരണവശാൽ കോടതി പാപ്പരോ മറ്റുള്ള സാധ്യതകളൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്കിതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. എ പേഴ്സൺ ടു ബിക്കം ഓൺലി വൺ സൊസൈറ്റി. അതായത് ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ടു ബിക്കം എ മെമ്പർ അറ്റ്ലീസ്റ്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 shares ഓഫ് 2 Chinese dollars. 2 ചൈന ഡോളറിന് 2 ഷെയറെങ്കിലും എടുക്കണം. ചൈന ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയറെങ്കിലും എടുക്കണം എന്നുള്ളതാണ് ഈ സൊസൈറ്റി കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ദ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് 20 times ഓഫ് ദി വാല്യൂ ഓഫ് ഷെയർസ്. ഈ ചൈനീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അംഗങ്ങളായവരുടെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എങ്ങനെ? 20 times ഓഫ് ദി വാല്യൂ ഓഫ് ഷെയർ. അവരുടെ ഷെയറിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ 20 ഇരട്ടി വരെ അവർക്ക് എന്തായിരിക്കും ഈ പറയുന്നതിന് എന്തായിരിക്കും ലിമിറ്റഡ് ആണ്. അതിന് ശേഷമുള്ളതായിരിക്കും പിന്നീട് നോക്കേണ്ടത്. മാനേജിംഗ് കമ്മിറ്റി സിലേറ്റഡ് ബൈ ജനറൽ ബോഡി. നമുക്കറിയാം ഈ സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നതിന് കൊണ്ട് നടക്കുന്നതിന് മാനേജ്മെൻറ്റ് നടത്തുന്നതിനൊക്കെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അത് ജനറൽ ബോഡിയാണ് തിരഞ്ഞെടുക്കുക. ജനറൽ ബോഡിയാണ് സുപ്രീം അതോറിറ്റി. The supreme authority of the society is general body ആണ്. മാനേജ്മെൻറ്റ് എങ്ങനെയാ? 1 man 1 vote. ഒരാൾക്ക് 1 വോട്ട് എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കേണ്ടത്, മാനേജ്മെൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് ഗ്രാറ്റുവസ്. നമ്മൾ പറയേണ്ട കാര്യം എന്താ? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സേവനം എന്ന് പറയുന്നത് സൗജന്യമായിരിക്കണം, സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവർ വളണ്ടറി സ്വമേധയാ സേവനം ചെയ്യണം. സാമ്പത്തികമായോ മറ്റു കാര്യങ്ങളോ വെച്ചുകൊണ്ടല്ല അവർ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്ക് കൂട്ടേണ്ടത്. ഇനി മെമ്പേഴ്സ് പെയ്ഡ് വേജസ് ഫോർ ദി വർക്ക് ഡൺ ബൈ ദം. അതേപോലെ ഓരോ അംഗങ്ങളും അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ട് കൂലി കിട്ടും. നമ്മൾ ടൈം വർക്കും പീസ് റേറ്റും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ടൈം റേറ്റ് അല്ല കിട്ടുന്നത്, പീസ് റേറ്റ് ആണ്. ചെയ്യുന്ന ജോലിക്ക് ആനുകൂല്യമായ കൂലി കിട്ടും. പിന്നെ ഹോം മാനുഫാക്ചറിങ്, അതായത് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഉൽപാദനം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സൊസൈറ്റി ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയേണ്ടത് എന്താ? ഉൽപാദനക്ഷമത ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഫാക്ടറിയിൽ മാത്രമല്ല ഉൽപാദനം വീടുകളിൽ കൊണ്ടുപോയി ചെയ്യാം. ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഹോം അറ്റ് വർക്ക് എന്ന് പറയുന്ന പോലെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, നോ സിസ്റ്റം ഓഫ് പേയിങ് ഡിവിഡൻഡ്. ഇതാണ് അടുത്തൊരു പ്രത്യേകത. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊന്നും ഡിവിഡൻഡ് നൽകുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് നൽകുക, അങ്ങനെ ഡിവിഡൻഡ് നൽകുന്ന ഒരു സംവിധാനവും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 20% ജനറൽ റിസർവ് ഫണ്ടായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു. 10% കോമൺ ഗുഡ് ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. 10% ബോണസ് ടു എംപ്ലോയീസ് ആയിട്ട് കൊടുത്തു. 10% ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. റിമൈനിങ് പ്രോഫിറ്റ് വാസ് ഡിവൈഡ് എമംഗ് ദി മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് ഇൻ പ്രൊപ്പറേഷൻ ടു വേജസ് ഏൺഡ് ബൈ ദം. അതിനുശേഷം ബാക്കി വരുന്ന എമൗണ്ട് മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും അവർ വീതിച്ചു കൊടുത്തു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഏൺ ബൈ. അവർ നേടുന്ന വേജസ് എന്താണോ ആ വേജസിന് ആനുപാതികമായിട്ട് വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇനീഷ്യൽ ഇയർ സൊസൈറ്റി വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി.
നമ്മൾ പറയേണ്ടത് എന്താ, ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലേറ്റർ 1930 1930 about 30 society together organized a union for the purpose of joint purchase and sales. 30 സൊസൈറ്റികൾ കൂടി ചേർന്ന് പുതിയ ഒരു യൂണിയൻ ആരംഭിച്ചു. ആ യൂണിയൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആയിരുന്നു യൂണിയൻ്റെ ലക്ഷ്യം. അപ്പോൾ 30 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൂടി ചേർന്ന് യൂണിയൻ രൂപീകരിച്ചു. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ സർക്കിൾ യൂണിയനുകളുണ്ടല്ലോ, അതേപോലെ യൂണിയൻ രൂപീകരിച്ചു എന്നുള്ളതാണ്. ലേറ്റർ പ്രൈമറി സൊസൈറ്റി ഫെഡറേറ്റഡ് ടു കോപ്പറേറ്റീവ് യൂണിയൻ. അതിനുശേഷം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഈ യൂണിയനിലേക്ക് ഫെഡറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫെഡറേറ്റഡ് ഇൻ ടു പ്രൊവിഷണൽ യൂണിറ്റ് നാഷണൽ ലെവൽ. ഫെഡറേറ്റഡ് ഇൻ ടു പ്രൊവിഷണൽ യൂണിറ്റ് നാഷണൽ ലെവൽ. അതിനുശേഷം എന്ത് ചെയ്തു, യൂണിയനുകളൊക്കെ നാഷണൽ ലെവലിൽ ഫെഡറേറ്റ് ചെയ്തു. ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നായിരുന്നു. In 1945 1945 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഫോംഡ് their own federation known as All China Federation of Handicraft Cooperatives. 1945 1945 ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. 1945 ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവുകളൊക്കെ കൂടിച്ചേർന്ന് ഫെഡറേഷൻ ഉണ്ടാക്കി. ആ ഫെഡറേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് എന്നുള്ളതായിരുന്നു. ഇൻ 1958 1958 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് accused of having capitalist tendency more than 10,000 society wound up. 1958 ആയപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അതായത് സഹകരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വിടുകയും അവരെന്തിലേക്ക് മാറുകയും ചെയ്തു, വ്യവസായം ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറുകയും ഒരു ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. Cultural revolution, more than 20 society were liquidated and later overtaken by government. ആദ്യം നമ്മൾ പറയുന്നത് എത്രയാ, തുടക്കത്തിൽ ഏകദേശം 10,000 സൊസൈറ്റിയെങ്കിലും അവസാനിപ്പിച്ചു, വൗണ്ടപ്പ് ചെയ്തു. പിന്നീട് ഏകദേശം മോർ ദാൻ 20 സൊസൈറ്റി വേറെ ലിക്വിഡേറ്റ്, പിന്നീട് സൊസൈറ്റികൾ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് സൊസൈറ്റികളെ ഏറ്റെടുത്തു, ടേക്കൺ ഓവർ ബൈ ദി ഗവൺമെൻറ്. Small handicraft merged into hug factories and controlled by government officials. ഇതിന് ശേഷം എന്ത് ചെയ്തു, ചെറിയ ചെറിയ സൊസൈറ്റികളെ വലിയ സൊസൈറ്റികളായിട്ട് മെർജ് ചെയ്തു. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഈ പറയുന്ന സൊസൈറ്റികളുടെ മാനേജ്മെൻറ്റും കൺട്രോളും ഏറ്റെടുത്തു. ദ സിറ്റുവേഷൻ ഹാഡ് എൻറ്റയർലി ചേഞ്ച്ഡ്. സഹകരണ മേഖലയുടെ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സമയം. കോപ്പറേഷൻ ലോസ്റ്റ് ദെയർ ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വഭാവവും മാറി. കാരണം ഈ സൊസൈറ്റികളെ നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പ്രഷർ ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹയർ ലെവൽ. ഈ ഒഫീഷ്യൽസിനെ നിയമിക്കാൻ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഷ്ടമുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളവരെ മാത്രം നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാലറി ഫിക്സഡ് ബൈ ഗവൺമെൻറ്. ഈ ഒഫീഷ്യൽസിനുള്ള സാലറി ആര് തീരുമാനിക്കും? ഗവൺമെൻറ് തീരുമാനിക്കും. പ്രിഫറൻസ് ഫോർ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി. ക്വാളിറ്റിയേക്കാൾ ഉപരി ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ഉണ്ടായത്. അതായത് ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിപ്പിക്കുക, പക്ഷേ അവിടെ ക്വാളിറ്റിക്ക് പ്രാധാന്യമില്ല. In 1978, Central Committee of Communist Party restored the democratic character. Federation were reactivated. Interference of state official was completely withdrawn.
1978 നമുക്കറിയാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലൊന്നാണ്. അവരെന്ത് ചെയ്തു? ഈ പറയുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ പിൻവലിച്ചു, സഹകരണ മേഖലയ്ക്ക് ഡെമോക്രാറ്റിക് രീതി കൊണ്ടുവന്നു, ഇൻഡിപെൻഡൻ്റ് ആയ പ്രവർത്തനം കൊണ്ടുവന്നു. എല്ലാ ഒഫീഷ്യൽസിനെയും ഗവൺമെൻറ് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് സ്വതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കാൻ സഹകരണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് 1978 In 1982, number of cooperative increased, they contribute to 40% of total national output of highest industry. 1982 ആകുമ്പോഴേക്കും ചൈനയുടെ മൊത്തം വ്യവസായ വിപ്ലവത്തിൻ്റെ 40% കോപ്പറേറ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം 1982 വരുമ്പോഴേക്കും ചൈനീസ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ മൂവ്മെൻറ്റ് നടത്തുന്നത് ഈ പറയുന്ന സഹകരണ മേഖലയാണ്. സഹകരണ വ്യവസായ സ്ഥാപനങ്ങൾ 40% മേലെ കോൺട്രിബ്യൂഷൻ നടത്തി എന്നുള്ളതാണ്. 2/3 ഔട്ട് ഓഫ് ദി ഔട്ട്പുട്ട് ഫോർ ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ മാർക്കറ്റ്, അതായത് അവരുൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ്റെ 2/3 ഭാഗം ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയായിരുന്നു. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു. മാർക്കറ്റിങ്ങിന് വേണ്ടി റീറ്റെയിൽ ഷോപ്പുകളും സ്റ്റേറ്റ് ഷോപ്പുകളും സപ്ലൈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഷോപ്പുകളും പ്രൈവറ്റ് ഷോപ്പുകളും അവരുപയോഗിച്ചു. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? റീറ്റെയിൽ ഷോപ്പുകൾ ആരംഭിച്ചു, സ്റ്റേറ്റ് ഷോപ്പുകൾ ആരംഭിച്ചു, സപ്ലൈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഷോപ്പുകൾ ആരംഭിച്ചു, പ്രൈവറ്റ് ഷോപ്പുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA ആണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് അമേരിക്കയിൽ ആരംഭിച്ചത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചൈനയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും നല്ല വ്യവസായ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടത്തുന്ന രാജ്യം ചൈന ആണെന്ന് നമുക്ക് പറയാം. ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA. Cooperative movement in USA, United States of America, USA. Origin first settler in the country started in the field of agriculture. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് USA-ൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അഗ്രികൾച്ചറൽ മേഖലയിലാണ്. ദേ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചറൽ സെഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡ്യൂ ടു സം ഡിഫിക്കൽട്ടീസ്, ഇത് ആരംഭിക്കാനായിട്ട് അമേരിക്കയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കാൻ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിനൊന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഫണ്ട് ഇല്ലാത്തതാണ് അവർ നേരിട്ട ഏറ്റവും വലിയ പ്രത്യേകത. ലാക്ക് ഓഫ് ഫണ്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം. രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്. മൂന്നാമത്തെ ഹാർവസ്റ്റിംഗ് ഓഫ് ക്രോപ്സ്. നാലാമത്തെ ക്ലിയറൻസ് ഓഫ് ഫോറസ്റ്റ്. അഞ്ചാമത്തെ ഡ്രൈനേജ് ഓഫ് ലാൻഡ്. ഈ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്തത്. ഒന്ന്, സഹകരണ മേഖലയ്ക്ക് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ആവശ്യമായ റോഡ്, ബ്രിഡ്ജസ് എന്നുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം പല സ്റ്റേറ്റുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ളതൊക്കെ വളരെ വലിയ പ്രോബ്ലം ആയിരുന്നു. പിന്നെ പറയുന്നത് ഹാർവസ്റ്റിംഗ് ഓഫ് ക്രോപ്സ് വളരെ പ്രോബ്ലം ആയിരുന്നു. ക്ലിയറൻസ് ഓഫ് ഫോറസ്റ്റ്, നമുക്കറിയാം ഫോറസ്റ്റ് വെട്ടി നിരത്തിയാണ് പലപ്പോഴും കൃഷിക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്, അത് വലിയ പ്രോബ്ലം ആയിരുന്നു. അതിനേക്കാൾ ഉപരി ഡ്രൈനേജ് ഓഫ് ലാൻഡ്. ഈ ഡ്രൈനേജ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ തരത്തിലേക്ക് ഭൂമി ഒരുക്കിയെടുക്കുന്നതും അവർ നേരിട്ട ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. യെസ്. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.